വളരെ സജീവമായ ഒരു ചർച്ച ഉരുത്തിരിഞ്ഞു വന്നു. സാധാരണ എന്താണെന്ന് വെച്ചാൽ ഒരു ബില്ലിൻ്റെ അവതരണ വേളയിൽ അതിൻ്റെ അവതരണത്തെ എതിർത്തുകൊണ്ടുള്ള ഡിസ്കഷൻ വളരെ ചെറുതായിട്ടാണ് വരാറുള്ളത്. അതിൻ്റെ ഒബ്ജക്ഷൻ പറയാം, വളരെ കുറച്ചേ ഉണ്ടാവാറുള്ളൂ. ഇത് സ്പീക്കർ തന്നെ വളരെ ഉദാരമായിട്ടുള്ള സമീപനമെടുത്തു. അവതരണ വേളയിൽ തന്നെയുള്ള എതിർപ്പ് വളരെ നല്ലൊരു ഡിസ്കഷനിലേക്ക് തന്നെ പോവുകയുണ്ടായി. അതിൽ ഞാൻ പങ്കെടുത്തിരുന്നു. നമ്മുടെ കേരളത്തിൽ തന്നെ വേണു ഉണ്ടായിരുന്നു, അതുപോലെ ശ്രീ NK പ്രേമേന്ദ്രൻ, അങ്ങനെ ഉണ്ടായിരുന്നു. ലിസ്റ്റൊക്കെ നിങ്ങൾക്ക് കിട്ടുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഞാൻ പറഞ്ഞതിൻ്റെ ഒരു സാരാംശം വളരെ ചുരുക്കി പറയാം. എന്നിട്ട് ഞാൻ ഈ ബില്ലിലെ ഏറ്റവും വൈരുദ്ധ്യമുള്ള ചില കാര്യങ്ങളെ പറ്റി കൂടി പറയാം. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15 പറഞ്ഞാൽ ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് റിലീജിയൻ, മതത്തിൻ്റെ പേരിലുള്ള വിവേചനത്തിൻ്റെ വകുപ്പാണ്. അതിൻ്റെ ലംഘനമാണ്. ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുമ്പിലുള്ള തുല്യത, അതിൻ്റെ വയലേഷനാണ്. ആർട്ടിക്കിൾ 25 ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ആൻഡ് ഫ്രീഡം ഓഫ് പ്രൊഫഷൻ ആൻഡ് പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ, ഏത് മതവും അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 26 റൈറ്റ് ടു ഫോം മെയിൻറ്റെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് റിലീജിയസ് ചാരിറ്റബിൾ ഇന്ത്യൻ, ഇതുപോലെയുള്ള സംഗതികൾ. ആർട്ടിക്കിൾ 30 സ്ഥാപനങ്ങൾ നടത്താനും അത് നിർവഹിക്കാനുള്ള അധികാരം. ഇതെല്ലാമുള്ള ഒരു സംഗതിയിൽ ഈ എല്ലാ ഭരണഘടനാ മൗലിക തത്വങ്ങളുടെയും ലംഘനമാണ് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിച്ച കാര്യം. ഇതേ കാര്യം പല വ്യക്തികളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം പറഞ്ഞിട്ടത്, ഇത് നിയമം വരികയാണെങ്കിൽ വഖഫ് ബോർഡിനെ തന്നെ തകർത്ത് തരിപ്പണമാക്കുന്നുള്ളത്. കാരണം ഇതിൻ്റെ ഘടന അവർ കൊണ്ടുപോകുന്നത് അങ്ങനെയാണ്. കാരണം സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് വഖഫ് ബോർഡും അതുപോലെ തന്നെ കൗൺസിലും. എന്നാൽ അതിന് ഉണ്ടായിരുന്ന എല്ലാ അധികാരവും നേരെ കവർന്നെടുത്ത് അവിടെ അത് ഗവൺമെൻറ്റിൻ്റെ കയ്യിലെത്തിക്കുകയാണ്. ഈ നിയമത്തിൻ്റെ സൂക്ഷ്മമായ വായന നടത്തിയാൽ ആർക്കും മനസ്സിലാവും, സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സംവിധാനത്തിലുള്ള ഈ സ്ഥാപനങ്ങളുടെ എല്ലാ അവകാശാധികാരങ്ങളും എല്ലാം തന്നെ പറയാം. അവയ്ക്ക് അവസാനം അവിടെ ഒരു മനുഷ്യൻ കസേര ഉണ്ടാകുന്ന മാതിരിയേ ഉള്ളൂ. ബാക്കിയെല്ലാം തന്നെ സർക്കാർ പിടിച്ച് കൊണ്ടുപോവുകയാണ്. ഈ മറ്റേതിലൊരു അപകടം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, 15ാം ലോകസഭയിൽ ഒരു JPC ഉണ്ടായിരുന്നു, റഹ്മാൻ ഖാൻ്റെ നേതൃത്വത്തിൽ. ആ JPC ഒരുപാട് നല്ല ഫൈൻഡിങ്സ് പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ സംഗതി എന്ന് വെച്ചാൽ, ഈ കോടിക്കണക്കിന് രൂപ വിലയുള്ള ഒരുപാട് വഖഫ് സ്വത്ത് ഇവിടെ അനധികൃതമായി കൈവശം വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ എൻക്രോച്ചർ ഗവൺമെൻറ് തന്നെയാണ്. അപ്പോൾ ഈ നിയമത്തെ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഈ നിയമം വരുന്ന സമയത്തോ അതിന് മുമ്പോ ഒരു ഗവൺമെൻറ് സ്ഥാപനം നിൽക്കുന്നത് വഖഫ് സ്വത്തിലാണെങ്കിൽ അത് ഒഴിപ്പിക്കാനുള്ള നടപടി പറ്റില്ല. അത് അവർക്ക് അംഗീകരിച്ചു കൊടുക്കുകയാണ്. വഖഫിൻ്റെ സ്വത്തുകൾ എൻക്രോച്ച് ചെയ്തവനെ സഹായിക്കുന്ന വിധത്തിലാണ് ഇതിൻ്റെ ഘടന. വളരെ വിചിത്രമായ ഒരു നിയമമാണ്. അതുപോലെ തന്നെ ബോർഡിന് ചില പവേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ പവേഴ്സ് എല്ലാം തന്നെ വെട്ടിച്ചുരുക്കി അത് ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് വന്നു. മറ്റൊരു സംഗതി എന്ന് പറയുന്നത്, ഈ എല്ലാ സ്ഥാപനങ്ങളും ഇനി അങ്ങോട്ട് എന്ത് വേണ്ടി വരും? കമ്മിറ്റി ഇല്ല, കൗൺസിൽ ഉണ്ടാവില്ല, ഒക്കെ ഉണ്ടാവും, പേരിനുണ്ടാവും. പക്ഷേ എല്ലാം തന്നെ ഒരു നടപടിക്രമമൊക്കെ പ്രകാരം പ്രധാനപ്പെട്ട പല സംഗതികളും, അതായത് വഖഫിൻ്റെ വന്നൊരു ഡിസ്പ്യൂട്ട് വന്നാൽ ആ ഡിസ്പ്യൂട്ടിൻ്റെ പുറത്ത് ഇടപെടേണ്ട കാര്യം, സർവേ നടത്തേണ്ട കാര്യം, ഇതെല്ലാം തന്നെ നിക്ഷിപ്തമായത് ഈ ബോഡികളിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് വരാൻ വേണ്ടി പോകുന്നത് അതെല്ലാം തന്നെ ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് പോവുകയാണ്. ഒരു വഖഫ് പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞ് വഖഫ് ബോർഡിന് മുമ്പിൽ വന്നാൽ തീർപ്പ് കൽപ്പിക്കേണ്ടത് വഖഫ് ബോർഡല്ല, മറിച്ചിട്ട് കലക്ടറാണ്. അപ്പോൾ അതിൽ അധികാരങ്ങൾ അങ്ങനെയാണ്.